ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇന്നലെ IPL നടന്ന മത്സരത്തിൽ LSGക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് 6 വിക്കറ്റിനാണ് അവരെ പരാജയപ്പെടുത്തിയത്. തുടക്കത്തിൽ 4 വിക്കറ്റുകളൊക്കെ വീഴ്ത്താൻ LSGക്ക് സാധിച്ചു. പക്ഷേ പിന്നീട് സമീർ റിസ്വിയും സ്റ്റബ്സും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ഉയർന്നു വരികയും അത് LSGയുടെ തോൽവിക്ക് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും മത്സരശേഷം പതിവ് പോലെ LSGയുടെ ഉടമസ്ഥനായ സഞ്ജീവ് ഗോയങ്കെ മൈതാനത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് LSGയുടെ ക്യാപ്റ്റനായ ഋഷഭ് പന്തിനോട് ഈ തോൽവിക്കുള്ള വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല LSGയുടെ പരിശീലകനായ ജസ്റ്റിൻ ലാംഗറും അവിടെ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഗോയങ്കയ്ക്ക് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ KL രാഹുൽ ക്യാപ്റ്റനായ സമയത്ത് ഒരു തോൽവിയുടെ പേരിൽ മൈതാനത്ത് വെച്ചുകൊണ്ട് പരസ്യമായിക്കൊണ്ട് രാഹുലിനെ സഞ്ജീവ് ഗോയങ്കെ ശകാരിച്ചിരുന്നു. അന്ന് തന്നെ ആ വീഡിയോ വലിയ രൂപത്തിൽ വൈറലായി, വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. ഗോയങ്കെ വീണ്ടും ആ ഒരു പ്രവൃത്തി തുടരുകയാണ്. പരസ്യമായിക്കൊണ്ട് ക്യാപ്റ്റനോട് ഈ തോൽവിയെക്കുറിച്ച് സംസാരിക്കുന്നതും വിശദീകരണം തേടുന്നതും ഇപ്പോഴും തുടരുകയാണ്. ഈ വിഷയത്തിൽ വ്യാപക വിമർശനങ്ങളാണ് ഗോയങ്കയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരു ആരാധകൻ എഴുതിയത് ഇങ്ങനെയാണ്: ഗോയങ്കയ്ക്ക് പന്തിനോടുള്ള സംസാരം അത് എന്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് ചെയ്തുകൂടാ? എന്തുകൊണ്ടാണ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് പബ്ലിക്കായി അദ്ദേഹം ചെയ്യുന്നത്? ഞാനാണ് ബോസ് എന്ന് കാണിക്കാൻ വേണ്ടിയാണോ? മത്സരം പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ക്യാപ്റ്റനെ പബ്ലിക്കായി അപമാനിക്കുന്നത് വളരെ മോശം പരിപാടിയാണ്. ഇതാണ് ഒരു ആരാധകൻ എക്സിൽ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. സഞ്ജീവ് ഗോയങ്കെ ചെയ്യുന്നത് തരം താഴ്ന്ന പ്രവൃത്തിയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായും തോൽവിയെക്കുറിച്ച് വിശദീകരണം തേടാം, പക്ഷെ അത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ടായിക്കൂടെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്യമായിക്കൊണ്ട് അപമാനിക്കുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ ഉയരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.